immortal, invisible, God only wise, enlightened, accessible, hid from our eyes. Most blessed, most glorious, the Ancient of Days, Almighty, victorious, thy great name we praise. Unresting, unhasting, unsilent as light, nor wanting, nor wasting, thou rulest in might. Thy justice like mountains I soaring above, thy clouds which are fountains of goodness and love. To all life thou givest, to both great and small. In all life thou livest, the true life of all. We blossom and flourish as leaves on the tree, and wither and perish, but not changeth thee. Great Father of glory, pure Father of light, thine angels adore thee, all veiling their sight. Oh Lord, we would render, oh help us to see, 'tis only the splendor of light hideth thee. Warm greetings to all my viewers in the mighty name of our Lord and Savior Jesus Christ. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക. അതാകുന്നു എൻ്റെ സുവിശേഷം, അവനാകുന്നു എൻ്റെ സുവിശേഷം. Don't ever forget the wonderful fact that Jesus Christ was a man born into King David's family, and that he was God, as shown by the fact that he rose again from the dead. 2 Timothy chapter 2 verse 8. Dear sisters and brothers in Christ, ഇന്ന് സന്നദ്ധ സുവിശേഷ സംഘദിനമായി സഭ ആചരിക്കുന്ന ഞായറാഴ്ചയാണ്. ഓരോ വ്യക്തിയും യേശുക്രിസ്തുവിനെ പ്രസംഗിക്കണം. ഓരോ വ്യക്തിയും ദൈവരാജ്യത്തിൻ്റെ സാക്ഷിയാകണം. വളരെ തിടുക്കത്തോടെയും ഉത്സാഹത്തോടെയും ഉത്തരവാദിത്വത്തോടെയും ചെയ്യേണ്ട പ്രവൃത്തിയാണ് യേശുക്രിസ്തുവിനെ പ്രസംഗിക്കുക എന്നത്. ദൈവരാജ്യത്തിൻ്റെ സാക്ഷികളായി യേശുക്രിസ്തുവിൻ്റെ ശിഷ്യത്വത്തിൽ ഉറച്ചു നിൽക്കുവാൻ ഈ ഞായറാഴ്ച നാം പ്രതിജ്ഞ എടുക്കുന്നു. ഇന്നത്തെ പ്രധാന വചനപാഠമാണ് വിശുദ്ധനായ ലൂക്കോസ് എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. യേശുക്രിസ്തു 12 ശിഷ്യന്മാരെ തിരഞ്ഞെടുത്ത് ലോകത്തിലേക്ക് അയച്ചത് ദൈവരാജ്യത്തിൻ്റെ സാക്ഷികളായിരിക്കാനാണ്. യേശുക്രിസ്തുവിനെ പ്രസംഗിക്കുക മാത്രമല്ല, തങ്ങൾ പ്രസംഗിച്ചത് സത്യമാണെന്ന് അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവൃത്തികളാലും തെളിയിക്കുകയും വേണം. അതായത് വചന കേൾവിയിൽ നടക്കുന്ന അത്ഭുതങ്ങൾ ആ വചനം അല്ലെങ്കിൽ ആ സാക്ഷാൽ യേശുക്രിസ്തു സത്യദൈവമാണെന്നുള്ളതിൻ്റെ തെളിവാണ്. അത്ഭുതങ്ങളും അടയാളങ്ങളും ദൈവവചനം പ്രസംഗിക്കയിൽ നടക്കണം. രോഗികൾ സൗഖ്യമാകണം, ഭൂതങ്ങൾ ബാധിച്ചവരിൽ നിന്ന് ഭൂതങ്ങൾ വിട്ടുമാറണം. അങ്ങനെ പല പല അത്ഭുതങ്ങളും അവിടെ നടക്കണം. അപ്പോഴാണ് ജനങ്ങൾ മനസ്സിലാക്കേണ്ടത് തങ്ങൾ കേൾക്കുന്ന ഈ ദൈവവചനം അത് സത്യമാണ്
യേശുക്രിസ്തു സാക്ഷാൽ ദൈവമാണ് എന്നുള്ളത്. അതുപോലെ തന്നെ സുവിശേഷ പ്രഘോഷകരുടെ മുൻഗണന എന്നത് യേശുക്രിസ്തുവിനെ പ്രസംഗിക്കുക എന്നത് മാത്രമാകണം. അല്ലാതെ തങ്ങൾക്ക് സമയാസമയം ഭക്ഷണം കിട്ടുന്നുണ്ടോ, തങ്ങൾക്ക് നല്ല ലോഡ്ജിങ് ഉണ്ടോ, മാറി ഉടുക്കാൻ വസ്ത്രമുണ്ടോ, സഞ്ചരിക്കാൻ മുന്തിയ വാഹനങ്ങളുണ്ടോ, ഇതൊന്നും ആയിരിക്കരുത്. ഇതൊക്കെയും സമയാസമയത്ത് ദൈവം നൽകിക്കൊള്ളും. അതിന് വേണ്ടതായ മുഖാന്തരങ്ങൾ സമയാസമയത്ത് ലഭ്യമായിക്കൊള്ളും. അതാണ് യേശുക്രിസ്തു പറയുന്നത്. അതുപോലെ ആരെങ്കിലും സുവിശേഷം കേൾക്കുവാൻ വിമുഖത കാണിക്കുന്നുവെങ്കിൽ നിങ്ങൾ ആ ഭവനമോ ആ സ്ഥലമോ വിട്ടുപോരുമ്പോൾ നിങ്ങളുടെ കാലിലെ പൊടി അവിടെ തട്ടിക്കളക എന്നും യേശുക്രിസ്തു പറയുന്നുണ്ട്. അതിൻ്റെ കാരണം ന്യായവിധി ദിവസത്തിൽ ഈ പൊടി അവർക്ക് വേണ്ടി സാക്ഷ്യം പറയും. അതായത് നിങ്ങൾ അവിടെ പോയി അവരോട് പറഞ്ഞു എന്നുള്ളതിൻ്റെ തെളിവാണ്. ഈ പൊടി സാക്ഷ്യം പറയും. ദൈവത്തിൻ്റെ സൃഷ്ടികളായ പൊടിയും മണ്ണും കല്ലും എല്ലാം ദൈവത്തിൻ്റെ മുമ്പാകെ ദൈവം ആഗ്രഹിക്കുന്നത് പോലെ പ്രവർത്തിക്കും. അതുകൊണ്ടാണല്ലോ നാം വായിക്കുന്നത്, ഈ കല്ലുകളിൽ നിന്നും അബ്രഹാമിന് സന്തതികളെ ഉണ്ടാക്കുവാൻ ദൈവത്തിന് കഴിയുമെന്ന്. അതുപോലെ കല്ലുകൾ ആർക്കും എന്നൊക്കെയും യേശുക്രിസ്തു പല സമയത്ത് ഇങ്ങനെ പറഞ്ഞതായി നമുക്കറിയാം. അതായത് എല്ലാം ദൈവത്തിൻ്റെ സൃഷ്ടികളാണ്. നിങ്ങൾ ആരോടെങ്കിലും വചനം പറയുമ്പോൾ അവർ അത് കൈക്കൊണ്ടില്ല എങ്കിൽ നിങ്ങൾ അതിന് വിഷമിക്കേണ്ട കാര്യമില്ല. അവിടെ ഉണ്ടായിരുന്ന പൊടിയും കല്ലും ഒക്കെ അതിന് സാക്ഷ്യം പറയും. നമുക്ക് വായിക്കാം ആ വേദഭാഗം. ലൂക്ക് ചാപ്റ്റർ 9 വേഴ്സസ് 1-6. യേശുക്രിസ്തു പന്തിരുവരെ അടുക്കൽ വിളിച്ചു, സകല ഭൂതങ്ങളുടെ മേലും വ്യാധികളെ സൗഖ്യമാക്കുവാനും അവർക്ക് ശക്തിയും അധികാരവും കൊടുത്തു. ദൈവരാജ്യം പ്രസംഗിപ്പാനും രോഗികൾക്ക് സൗഖ്യം വരുത്തുവാനും അവരെ അയച്ച് പറഞ്ഞത്, വഴിക്ക് വടിയും പൊക്കണവും അപ്പവും പണവും ഒന്നും എടുക്കരുത്, 2 ഉടുപ്പും അരുത്. നിങ്ങൾ ഏത് വീട്ടിലെങ്കിലും ചെന്നാൽ അവിടം വിട്ടു പോകും വരെ അവിടെ തന്നെ പാർപ്പീൻ. ആരെങ്കിലും നിങ്ങളെ കൈക്കൊള്ളാതിരുന്നാൽ ആ പട്ടണം വിട്ട് അവരുടെ നേരെ സാക്ഷ്യത്തിനായി നിങ്ങളുടെ കാലിൽ നിന്ന് പൊടി തട്ടിക്കളവേൻ. അവർ പുറപ്പെട്ട് എങ്ങും സുവിശേഷിച്ചും രോഗികളെ സൗഖ്യമാക്കിയും കൊണ്ട് ഊരുതോറും സഞ്ചരിച്ചു. യേശുക്രിസ്തു അവരോട് പറയുകയാണ്, നിങ്ങൾ വടിയും അപ്പവും പൊക്കണവും ഒന്നും എടുക്കണ്ട. ശത്രുക്കളെ നേരിടാൻ നിങ്ങളുടെ കയ്യിൽ ആയുധങ്ങളൊന്നും വേണ്ട. യാതൊന്നും നിങ്ങൾ എടുക്കാൻ അതിനെക്കുറിച്ച് നിങ്ങൾ വിചാരപ്പെടേണ്ട. തക്ക സമയത്ത് ഇതെല്ലാം നിങ്ങൾക്ക് ലഭ്യമായിക്കൊള്ളും. സുവിശേഷം അഥവാ ഗോസ്പൽ എന്നത് സദ്വാർത്തയാണ്, ഗുഡ് ന്യൂസ്. യേശുക്രിസ്തു എന്ന നമ്മുടെ കർത്താവും രക്ഷിതാവുമായ ആ മഹാദൈവത്തെ പറ്റിയുള്ള നല്ല വാർത്ത. എത്രയോ നന്മകളും അനുഗ്രഹങ്ങളുമാണ് ആ ദൈവത്തിൽ നിന്നും നാം പ്രാപിച്ചിരിക്കുന്നത്. ആവോളം നന്മകളും അനുഗ്രഹങ്ങളും അനുദിനം അനുഭവിക്കുന്ന നാം ആ ദൈവത്തെ പ്രഘോഷിക്കുവാൻ തിടുക്കമുള്ളവരാണോ? നാം ചിന്തിക്കണം. എന്നാൽ ദൈവത്തെ അറിയാത്ത, യേശുക്രിസ്തുവിനെ പറ്റി കേട്ടിട്ട് പോലുമില്ലാതിരുന്ന 4 കുഷ്ഠരോഗികൾ പണ്ട് അവർ കണ്ടുമുട്ടിയ ആ നന്മയെ, അവർ കേട്ട ആ സദ്വർത്തമാനം തങ്ങളിൽ തന്നെ അടക്കി വയ്ക്കാതെ മറ്റുള്ളവരെ അറിയിക്കുവാൻ തിടുക്കത്തോടെ പുറപ്പെട്ട സംഭവമാണ് അടുത്ത വചനപാഠത്തിൽ നാം പഠിക്കുവാൻ പോകുന്നത്. ഫ്രം ദ ഓൾഡ് ടെസ്റ്റ്മെന്റ്, 2 Kings chapter 7 verses 3-11. യേശുക്രിസ്തുവിനും മുമ്പ്, അതായത് 858 BCEയിൽ നടന്ന സംഭവമാണിത്. അന്നത്തെ കിങ്ഡം ഓഫ് ഇസ്രായേലിനെ ആക്രമിക്കുവാൻ സിറിയ വരുന്നു. സിറിയൻ രാജാവായ ബെൻഹദദ് തൻ്റെ സർവ്വ സൈന്യവുമായി വന്ന് ഇസ്രായേലിൻ്റെ ക്യാപിറ്റലായിരുന്ന ശമര്യയെ വളയുകയാണ്. ഇന്നത്തെ പോലെ അന്നും
ദൈവജനത്തെ ആക്രമിക്കുവാൻ സാത്താൻ ചുറ്റുമുള്ള രാജ്യങ്ങളെ കൂട്ടുവരുത്തുക പതിവായിരുന്നു. പക്ഷേ ദൈവത്തിൻ്റെ മഹാശക്തി വെളിപ്പെടുന്ന സന്ദർഭങ്ങളാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. മഹാശക്തിമാനായ ദൈവം തൻ്റെ ജനത്തെ രക്ഷിക്കുന്നു. ഇവിടെ ആ 4 കുഷ്ഠരോഗികൾ പാർത്തിരുന്നത് സിറ്റി ഗേറ്റിന് വെളിയിലാണ്, അതായത് ശമര്യയുടെ പടിവാതിൽക്കൽ. അവിടെയായിരുന്നു അവർ താമസിച്ചിരുന്നത്. സിറിയയുടെ ഉപരോധം മൂലം ഇസ്രായേലിൽ ക്ഷാമമായിരുന്നു, പ്രത്യേകിച്ചും ശമര്യയിൽ. അപ്പോൾ ഈ കുഷ്ഠരോഗികൾ വിചാരിച്ചു, തങ്ങൾ ഇവിടെ കിടന്നാൽ മരിക്കും, പട്ടണത്തിൽ കയറിപ്പോയാൽ അവിടെയും മരിക്കും, കാരണം എല്ലായിടവും ക്ഷാമമാണ്. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യുവാൻ അവർ തീരുമാനിച്ചു, സിറിയൻ ക്യാമ്പിലേക്ക്, അവരുടെ പാളയത്തിലേക്ക് പോകുക. അങ്ങനെ സിറിയയുടെ ആ പാളയത്തിലേക്ക് അവർ പോകുന്ന സംഭവമാണ് നാം വായിക്കുന്നത്. വായിക്കാം വേഴ്സ് 3 ഓൺവേർഡ്സ്. അന്ന് കുഷ്ഠരോഗികളായ 4 പേർ ശമര്യയുടെ പടിവാതിൽക്കൽ ഉണ്ടായിരുന്നു. അവർ തമ്മിൽ നാം ഇവിടെ കിടന്ന് മരിക്കുന്നത് എന്തിന്? പട്ടണത്തിൽ ചെല്ലുക എന്ന് വന്നാൽ പട്ടണത്തിൽ ക്ഷാമമായിരിക്കൊണ്ട് നാം അവിടെ വെച്ച് മരിക്കും, ഇവിടെ പാർത്താലും മരിക്കും. അതുകൊണ്ട് വരിക, നമുക്ക് സിറിയയുടെ പാളയത്തിൽ പോകാം. അവർ നമ്മെ ജീവനോടെ വെച്ചാൽ നാം ജീവിച്ചിരിക്കും, അവർ നമ്മെ കൊന്നാൽ നാം മരിക്കുകയുള്ളൂ എന്നവർ പറഞ്ഞു. അങ്ങനെ അവർ സിറിയൻ പാളയത്തിൽ പോകുവാൻ സന്ധ്യാസമയത്ത് പുറപ്പെട്ട് പാളയത്തിൻ്റെ അറ്റത്ത് വന്നപ്പോൾ അവിടെ ആരെയും കണ്ടില്ല. കർത്താവ് സിറിയൻ സൈന്യത്തെ രഥങ്ങളുടെയും കുതിരകളുടെയും മഹാസൈന്യത്തിൻ്റെയും ആരവം കേൾപ്പിച്ചിരുന്നത് കൊണ്ട് അവർ തമ്മിൽ ഇതാ നമ്മുടെ നേരെ വരേണ്ടതിന് ഇസ്രായേൽ രാജാവ് ഹിത്തി രാജാക്കന്മാരെയും ഈജിപ്റ്റ് രാജാക്കന്മാരെയും നമുക്ക് വിരോധമായി കൂലിക്ക് വാങ്ങിയിരിക്കുന്നുവെന്ന് പറഞ്ഞു. അതുകൊണ്ട് അവർ സന്ധ്യാസമയത്ത് തന്നെ എഴുന്നേറ്റ് ഓടിപ്പോയി. കൂടാരങ്ങൾ, കുതിരകൾ, കഴുതകൾ എന്നിവയെ പാളയത്തിൽ ഇരുന്ന പാടെ ഉപേക്ഷിച്ച് ജീവരക്ഷയ്ക്കായി ഓടിപ്പോയി. നോക്കണേ, ഇവിടെ ദൈവത്തിൻ്റെ മഹാശക്തി എങ്ങനെയാണ് വെളിപ്പെട്ടിരിക്കുന്നത് എന്ന്. യുദ്ധം ചെയ്യേണ്ടി വന്നില്ല ഇസ്രായേൽക്കാർക്ക്. പാളയമിറങ്ങിയ സിറിയൻ സൈന്യത്തെ ദൈവം ഒരു യുദ്ധത്തിൻ്റെ ആരവം കേൾപ്പിച്ചു. അതായത് വലിയൊരു സൈന്യം അവരുടെ നേരെ വരുന്ന ഒച്ച അവർ കേൾക്കുകയാണ്. പരിചയുടെയും വാളിൻ്റെയും ഒക്കെ ആ കിലുക്കമൊക്കെ കേൾപ്പിക്കുകയാണ്, ആരവം കേൾപ്പിക്കുകയാണ്. അവരോർത്തു, അവർ തമ്മിൽ പറഞ്ഞു, ഇതാ ഇസ്രായേൽ രാജാവ് തങ്ങളെ ആക്രമിക്കുവാൻ ഈജിപ്തിലെ രാജാവിനെയും ഹിറ്റൈറ്റ് രാജാവിനെയും ഒക്കെ കൂട്ടി, അവരുടെ സൈന്യങ്ങളെയൊക്കെ കൂട്ടി ഇതാ വരുന്നു, നമുക്കിവിടുന്ന് രക്ഷപ്പെടാം എന്ന് വിചാരിച്ച് ഈ സിറിയൻ സൈന്യം സന്ധ്യയ്ക്ക് തന്നെ സ്ഥലം വിട്ടു. കുഷ്ഠരോഗികൾ ആ സമയത്താണ് അങ്ങോട്ട് കയറി ചെല്ലുന്നത്. ആ കുഷ്ഠരോഗികൾ പാളയത്തിൻ്റെ അറ്റത്ത് എത്തി ഒരു കൂടാരത്തിനകത്ത് കയറി തിന്നുകുടിച്ച ശേഷം അവിടെ നിന്ന് വെള്ളിയും പൊന്നും വസ്ത്രങ്ങളും എടുത്തുകൊണ്ട് പോയി ഒളിച്ചു വെച്ചു. മടങ്ങി വന്ന് മറ്റൊരു കൂടാരത്തിനകത്ത് കയറി അതിൽ നിന്നും എടുത്തുകൊണ്ടുപോയി ഒളിച്ചു വെച്ചു. പിന്നെ അവർ തമ്മിൽ പറയുകയാണ്, നാം ചെയ്യുന്നത് ശരിയല്ല, ഇന്ന് സദ്വർത്തമാന ദിവസമല്ലോ, നാമോ മിണ്ടാതിരിക്കുന്നു. നേരം പുലരും വരെ നാം താമസിച്ചാൽ നമുക്ക് കുറ്റം വരും. ആകയാൽ വരുവീൻ, നാം ചെന്ന് രാജധാനിയിൽ അറിവ് കൊടുക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ അവർ പട്ടണവാതിൽക്കൽ ചെന്ന് കാവൽക്കാരനെ വിളിച്ചു. ഞങ്ങൾ സിറിയൻ പാളയത്തിൽ പോയിരുന്നു, അവിടെ ഒരു മനുഷ്യനുമില്ല, ഒരു മനുഷ്യൻ്റെയും ശബ്ദം കേൾപ്പാനുമില്ല. കുതിരകളും കഴുതകളും കെട്ടിയിരിക്കുന്ന പാടെ നിൽക്കുന്നു, കൂടാരങ്ങളും അപ്പാടെ തന്നെ ഇരിക്കുന്നുവെന്ന് പറഞ്ഞു. അവൻ കാവൽക്കാരനെ വിളിച്ചു.
അവർ അകത്ത് രാജധാനിയിൽ അറിവ് കൊടുത്തു. ഈ 4 കുഷ്ഠരോഗികൾ അവരുടെ മനസാക്ഷി അവരെ തങ്ങൾ കണ്ട ആ സദ്വാർത്ത മറ്റുള്ളവരോട് പറയാതിരിക്കുവാൻ സമ്മതിച്ചില്ല. അതായത് അവർക്കത് പറയണം, തിടുക്കത്തോടെ പറയണം. അവർ പാളയത്തിൽ കയറി ഒരു കൂടാരത്തിൽ നിന്ന് ഇഷ്ടം പോലെ ഭക്ഷിച്ചു. ഈ സൈന്യങ്ങൾ അവർക്ക് ഭക്ഷണ സാധനങ്ങളൊക്കെയും ഈ കൂടാരത്തിൽ വെച്ചിരുന്നു. അതെല്ലാമാണ് ഇവർ ഭക്ഷിച്ചത്. 2 കൂടാരത്തിൽ നിന്നും അവർ കയറി അവിടെ ഉണ്ടായിരുന്ന സാധനങ്ങളൊക്കെയും എടുത്തുകൊണ്ട് വന്ന്, വിലപിടിപ്പുള്ളതൊക്കെയും എടുത്തുകൊണ്ട് വന്ന് ഒളിപ്പിച്ചു വെച്ചു. പെട്ടെന്ന് അവർ ഓർക്കുകയാണ്, തങ്ങൾ എന്താണ് ഈ ചെയ്യുന്നത്? ഇത് സദ്വർത്തമാന ദിവസമാണല്ലോ. ഈ 4 കുഷ്ഠരോഗികളും ഇസ്രായേലിയരായിരുന്നു. അവർ കുഷ്ഠരോഗികളായിരുന്നത് കൊണ്ടാണ് സിറ്റിംഗ് ഗേറ്റിന് വെളിയിൽ താമസിച്ചിരുന്നത്. അതുകൊണ്ട് ഇസ്രായേൽ രാജാവായ യഹോരാമിനോട് കൂറുള്ളവരായിരുന്നു. അവർ പറയുകയാണ്, നമ്മൾ എന്താണ് ഈ ചെയ്യുന്നത്? നാം ചെയ്യുന്നത് ശരിയല്ല. ഇന്ന് സദ്വർത്തമാന ദിവസമാണ്. അതായത് ഇസ്രായേലിന് യുദ്ധം ചെയ്യേണ്ടി വരികയില്ല. യഹോവ അവർക്ക് വേണ്ടി യുദ്ധം ചെയ്തു, അവരെ ഓടിച്ചു കളഞ്ഞു. നല്ല വർത്തമാനമാണ്. ഈ വർത്തമാനം രാജധാനിയിൽ അറിയിക്കണം. രാജാവ് ഇതൊന്നും അറിയുന്നില്ല. ആദ്യമേ അറിഞ്ഞത് ഈ 4 കുഷ്ഠരോഗികളാണ്. അതുകൊണ്ട് ഈ സദ്വർത്തമാനം അറിയിക്കണം. നാം മിണ്ടാതിരുന്നുകൂടാ. നേരം പുലരും വരെ നാം താമസിച്ചാൽ നമുക്ക് കുറ്റം വരും. ആകയാൽ വരുവീൻ, നാം ചെന്ന് രാജധാനിയിൽ അറിവ് കൊടുക്കുക എന്ന് പറഞ്ഞു. പ്രിയ സഹോദരങ്ങളെ, ഈ 4 കുഷ്ഠരോഗികൾ അവരുടെ കുഷ്ഠരോഗവും ഒന്നും വകവയ്ക്കാതെ അവർ കേട്ട, അവർ കണ്ട, അനുഭവിച്ച ആ സദ്വാർത്ത അത് മറ്റുള്ളവരോട് പറയുവാൻ അവർ പുറപ്പെടുകയാണ്. യേശുക്രിസ്തുവിനെ പറ്റിയുള്ള ആ സദ്വർത്തമാനം പറയുവാൻ ഈ കുഷ്ഠരോഗികളെ പോലെ നാം മിനക്കെടുമോ? കുഷ്ഠരോഗികൾക്ക് അന്ന് പ്രാണരക്ഷയാണ് വന്നത്, ആത്മരക്ഷ വന്നില്ല. പക്ഷേ ഇന്ന് നമുക്ക് മരണത്തിൽ നിന്നുള്ള വിടുതലാണ് ലഭിച്ചിരിക്കുന്നത്. നിത്യമരണത്തിൽ നിന്നും അഥവാ നിത്യനാശത്തിൽ നിന്നും നിത്യജീവനിലേക്ക് നാം കടന്നിരിക്കുകയാണ് യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്നത് മൂലം. ഈ സദ്വാർത്ത മറ്റുള്ളവരോട് പറയുവാൻ നാം തിടുക്കം കാണിക്കുമോ? തിടുക്കം കാണിക്കണം. തത്രപ്പാടോടെ നാം ചെയ്യേണ്ടതാണിത്. നാം ആരോടാണോ യേശുക്രിസ്തുവിനെ പ്രഘോഷിക്കുന്നത് അവരിൽ നിന്നും യാതൊന്നും ആഗ്രഹിച്ചുകൂടാ, പ്രതീക്ഷിച്ചുകൂടാ. മാനമോ ബഹുമാനമോ പ്രതിഫലമോ യാതൊന്നും. ചിലപ്പോൾ നമുക്ക് നേരിടുവാൻ പോകുന്നത് അപമാനങ്ങളാകാം, പീഡകളാകാം, കഷ്ടങ്ങളാകാം, നഷ്ടങ്ങളാകാം, മരണമാകാം. എന്നാൽ ഇവയ്ക്കൊന്നിനും നമ്മുടെ കർത്താവായ യേശുവിലെ സ്നേഹത്തിൽ നിന്നും ആ സ്നേഹവാനായ യേശുവിനെ പ്രഘോഷിക്കുന്നതിൽ നിന്നും നമ്മെ പിന്തിരിപ്പിക്കുവാൻ സാധ്യമല്ല. ഒരു മാതാവ് എങ്ങനെയാണോ തൻ്റെ മക്കളെ സ്നേഹിക്കുന്നത്, ഒരു പിതാവ് എങ്ങനെയാണോ തൻ്റെ മക്കളെ സ്നേഹിക്കുന്നത്, അതുപോലെ ആയിരിക്കണം നാമും. ചിലപ്പോൾ മക്കൾ അവരെ അപമാനിച്ചെന്നിരിക്കും, അവരെ ഉപദ്രവിച്ചെന്നിരിക്കും, അപകീർത്തിപ്പെടുത്തി എന്നിരിക്കും, മരണത്തിന് ഏൽപ്പിച്ചെന്നിരിക്കും. എന്നാലും ആ മാതാവിനും പിതാവിനും തങ്ങളുടെ മക്കളോടുള്ള സ്നേഹം വലുതാണ്. ആ സ്നേഹത്തിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കുവാൻ ഒന്നിനും സാധ്യമല്ല. അതാണ് മാതാവ്, അതാണ് പിതാവ്. പൗലോസ് അപ്പോസ്തലൻ തെസ്സലോനിക്ക സഭയ്ക്ക് എഴുതിയ 1-ാം ലേഖനമാണ് അടുത്തതായി നമുക്ക് പഠിക്കുവാനുള്ളത്. ഇക്കാര്യം തെസ്സലോനിക്കരോട് പൗലോസ്ലീഹ പറയുകയാണ്, നിങ്ങൾ ഞങ്ങളുടെ മാതൃക പിന്തുടരണം. ഞങ്ങൾ എങ്ങനെയായിരുന്നു സുവിശേഷ ഘോഷണം നടത്തിയത്? നമുക്ക് വായിക്കാം. 1 തെസ്സലോനിയൻസ് ചാപ്റ്റർ 2 വേഴ്സസ് 1-12. സഹോദരന്മാരെ, ഞങ്ങൾ നിങ്ങളുടെ അടുക്കൽ വന്നത് വ്യർത്ഥമായില്ല എന്ന് നിങ്ങൾ തന്നെ അറിയുന്നുവല്ലോ. ഇവിടെ ഞങ്ങൾ എന്ന് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത് പൗലോസിനോട് കൂടെ ഉണ്ടായിരുന്ന സിൽവാനോസിനെയും തിമോത്തിയോസിനെയും കുറിച്ചാണ്. 3 പേരെ കുറിച്ചാണ്.
നിങ്ങൾ അറിയും പോലെ ഞങ്ങൾ ഫിലിപ്പിയിൽ വെച്ച് കഷ്ടവും അപമാനവും അനുഭവിച്ചിട്ടും വലിയ പോരാട്ടത്തോടെ ദൈവത്തിൻ്റെ സുവിശേഷം നിങ്ങളോട് പ്രസംഗിപ്പാൻ ഞങ്ങളുടെ ദൈവത്തിൽ ധൈര്യപ്പെട്ടിരുന്നു. ഞങ്ങളുടെ പ്രബോധനം അബദ്ധത്തിൽ നിന്നോ അശുദ്ധിയിൽ നിന്നോ വ്യാജത്തോടെയോ വന്നതല്ല. ഞങ്ങളെ സുവിശേഷം ഫലമേൽപ്പിക്കേണ്ടതിന് ഞങ്ങൾ ദൈവത്തിന് കൊള്ളാകുന്നവരായി തെളിഞ്ഞതുപോലെ ഞങ്ങൾ മനുഷ്യരെയല്ല, ഞങ്ങളുടെ ഹൃദയം ശോധന ചെയ്യുന്ന ദൈവത്തെ അത്രേ പ്രസാദിപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നത്. ഇങ്ങനെ വലിയ ഒരു കോൺഫിഡൻസാണ് ദൈവത്തിൽ അവർക്കുള്ളത്. ഈ കോൺഫിഡൻസ് ഓരോ സുവിശേഷകനും ആർജിക്കണം. നിങ്ങളറിയും പോലെ ഞങ്ങൾ ഒരിക്കലും മുഖസ്തുതിയോ ദ്രവ്യാഗ്രഹത്തിൻ്റെ ഉപായമോ പ്രയോഗിച്ചിട്ടില്ല. ദൈവം സാക്ഷി. ഏത് സുവിശേഷകന് ഇത് പറയുവാൻ കഴിയും? ഇങ്ങനെ പറയുവാൻ സുവിശേഷകന്മാർക്ക് കഴിയണം. ക്രിസ്തുവിൻ്റെ അപ്പോസ്തലന്മാർ എന്ന അവസ്ഥയ്ക്ക് ഘനത്തോടെ ഇരിപ്പാൻ കഴിവുണ്ടായിട്ടും ഞങ്ങൾ മനുഷ്യരോട്, നിങ്ങളോടാകട്ടെ മറ്റുള്ളവരോടാകട്ടെ, മാനം അന്വേഷിച്ചില്ല. ഒരു അമ്മ തൻ്റെ കുഞ്ഞുങ്ങളെ പോറ്റും പോലെ ഞങ്ങൾ നിങ്ങളുടെ ഇടയിൽ ആർദ്രതയുള്ളവരായിരുന്നു. ഇങ്ങനെ ഞങ്ങൾ നിങ്ങളെ ഓമനിച്ചുകൊണ്ട് നിങ്ങൾക്ക് ദൈവത്തിൻ്റെ സുവിശേഷം പ്രസംഗിപ്പാൻ മാത്രമല്ല, നിങ്ങൾ ഞങ്ങൾക്ക് പ്രിയരാകയാൽ ഞങ്ങളുടെ പ്രാണനും കൂടെ വച്ചു തരുവാൻ ഒരുക്കമായിരുന്നു. നാം മറ്റുള്ളവരെ നമ്മുടെ പ്രിയന്മാരാക്കണം, പ്രിയരെ പോലെ ആക്കണം. പൗലോസ്ലീഹ പറയുന്നത്, നിങ്ങൾ ഞങ്ങൾക്ക് പ്രിയരാകയാൽ ഞങ്ങളുടെ പ്രാണനും കൂടെ വെച്ചു തരുവാൻ ഒരുക്കമായിരുന്നു. സഹോദരന്മാരെ, ഞങ്ങളുടെ അധ്വാനവും പ്രയാസവും നിങ്ങൾ ഓർക്കുന്നുവല്ലോ. നിങ്ങളിൽ ആർക്കും ഭാരമായി തീരരുത് എന്ന് വെച്ച് ഞങ്ങൾ രാവും പകലും വേല ചെയ്തുകൊണ്ട് നിങ്ങളോട് ദൈവത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചു. ഇത് ആടുകളിൽ നിന്നും വാങ്ങിയല്ല ഈ ഇടയന്മാർ ഭക്ഷിച്ചിരുന്നത്. ആടുകളിൽ നിന്ന് ശമ്പളം പറ്റിയായിരുന്നില്ല. തന്നെത്താൻ അധ്വാനിച്ചുകൊണ്ടായിരുന്നു അവർ ജനത്തെ ശുശ്രൂഷിച്ചത്. ഇത് സുവിശേഷകന്മാർക്ക് വേണ്ട ഒരു വലിയ ഗുണമാണ്. ഇങ്ങനെ ആയിരിക്കണം സുവിശേഷകന്മാർ. വിശ്വസിക്കുന്ന നിങ്ങളുടെ ഇടയിൽ ഞങ്ങൾ എത്ര പവിത്രമായും നീതിയായും അനിന്ദ്യമായും നടന്നു എന്നതിന് നിങ്ങളും ദൈവവും സാക്ഷി. ഇപ്പോൾ സുവിശേഷകന്മാർക്ക് ഇങ്ങനെ പറയുവാൻ കഴിയുമോ? ഞങ്ങൾ നിങ്ങളുടെ ഇടയിൽ പവിത്രമായിട്ടാണ് നടന്നത്, നീതിയായിട്ടാണ് നടന്നത്, അനിന്ദ്യമായിട്ടാണ് നടന്നത് എന്ന്. പക്ഷേ പൗലോസും കൂട്ടരും അങ്ങനെയായിരുന്നു. തൻ്റെ രാജ്യത്തിനും മഹത്വത്തിനും നിങ്ങളെ വിളിക്കുന്ന ദൈവത്തിന് യോഗ്യമായി നടപ്പാൻ തക്കവണ്ണം ഞങ്ങൾ നിങ്ങളിൽ ഓരോരുത്തനെ അപ്പൻ മക്കളെ എന്ന പോലെ പ്രബോധിപ്പിച്ചും ഉത്സാഹിപ്പിച്ചും സാക്ഷ്യം പറഞ്ഞും പോന്നു എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. യേശുക്രിസ്തുവിനെ പ്രസംഗിച്ചു എന്ന ഒറ്റ കാരണത്താൽ തന്നെ വധിക്കുവാനായി റോമൻ ഗവൺമെൻറ് കാരാഗൃഹത്തിലടച്ച പൗലോസ് അപ്പോസ്തലൻ വധം കാത്തുകിടക്കയിൽ കാരാഗൃഹത്തിൽ നിന്ന് തൻ്റെ സഹശുശ്രൂഷകനായ, സഹപഠനായ, ആത്മമിത്രമായ, മകനെപ്പോലെ താൻ സ്നേഹിച്ച തിമോത്തിയോസിന് എഴുതിയ ലേഖനമാണ് അവസാനമായി ഇന്ന് നമുക്ക് പഠിക്കുവാനുള്ളത്. 2 തിമോത്തി ചാപ്റ്റർ 2 വേഴ്സസ് 1-13 വായിക്കാം. എൻ്റെ മകനെ, ക്രിസ്തുവേശുവിലുള്ള കൃപയാൽ ശക്തിപ്പെടുക. നീ പല സാക്ഷികളുടെ മുമ്പാകെ എന്നോട് കേട്ടതെല്ലാം മറ്റുള്ളവരെ ഉപദേശിപ്പാൻ സമർത്ഥരായ വിശ്വസ്ത മനുഷ്യരെ ഭരമേൽപ്പിക്ക. ക്രിസ്തുവേശുവിൻ്റെ നല്ല ഭടനായി നീയും എന്നോടുകൂടെ കഷ്ടം സഹിക്ക. ഇനിയും പൗലോസ് അപ്പോസ്തലൻ 3 പേരുടെ കാര്യമാണ് പറയുന്നത്.
ഒന്ന് ഒരു സോൾജറിൻ്റെ കാര്യം, രണ്ടാമതൊരു അത്ലറ്റിൻ്റെ കാര്യം, മൂന്നാമതൊരു കൃഷിക്കാരൻ്റെ കാര്യം. അവർ എങ്ങനെയാണ് അവരുടെ ജോലിയിൽ വ്യാപൃതരായിരിക്കുന്നത് എന്നാണ്. പട ചേർത്തവനെ പ്രസാദിപ്പിക്കേണ്ടതിന് യാതൊരു പടയാളിയും ജീവനകാര്യങ്ങളിൽ കുടുങ്ങിപ്പോകാതെ ഇരിക്കുന്നു. നിന്നെ പട ചേർത്തവൻ യേശുക്രിസ്തുവാണ്. നിനക്ക് പ്രസാദിപ്പിക്കുവാനുള്ളത് യേശുക്രിസ്തുവിനെ മാത്രമാണ്. മറ്റ് കാര്യങ്ങളിലൊന്നും നീ കുടുങ്ങിപ്പോകരുത്. ഒരുത്തൻ മല്ല് കെട്ടിയാലും ചട്ടപ്രകാരം പോരായെങ്കിൽ കിരീടം പ്രാപിക്കയില്ല. ഒരു അത്ലറ്റ് എങ്ങനെയാണ് റൂൾസ് പാലിക്കേണ്ടത്? ആ ഫീൽഡിലെ റൂൾസ് അതുപോലെ പാലിച്ചാൽ മാത്രമേ ഒരു ഓട്ടക്കാരനാണെങ്കിലും അല്ലെങ്കിൽ ഏത് കായിക അഭ്യാസിയാണെങ്കിലും കിരീടം പ്രാപിക്കുകയുള്ളൂ. ആ നിയമങ്ങളും ചട്ടങ്ങളുമെല്ലാം പാലിച്ചിരിക്കണം. ഓട്ടക്കളത്തിൽ ഓടുന്ന ഒരു ഓട്ടക്കാരനെ പോലെയാണ് നീ. അതുപോലെ അധ്വാനിക്കുന്ന കൃഷിക്കാരനാവുന്നു ആദ്യം ഫലം അനുഭവിക്കേണ്ടത്. ഒരു കർഷകൻ വിത്ത് വിതച്ചതിന് ശേഷം എത്ര ആത്മാർത്ഥതയോടെയാണ്, ശ്രദ്ധയോടെയാണ് അതിൻ്റെ ഫലത്തിനു വേണ്ടി നോക്കിയിരിക്കുന്നത്. ആദ്യം ഫലം അനുഭവിക്കുവാൻ തക്കവണ്ണം ശ്രദ്ധയോടെ അതിനെ പരിപാലിക്കുന്നു. ഞാൻ പറയുന്നത് ചിന്തിച്ചു കൊള്ളുക. കർത്താവ് സകലത്തിലും നിനക്ക് ബുദ്ധി നൽകുമല്ലോ. ദാവീദിൻ്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക. അതാകുന്നു എൻ്റെ സുവിശേഷം. ഇത് അറിയിക്കുന്നതിൽ ഞാൻ ദുഷ്പ്രവർത്തിക്കാരൻ എന്ന പോലെ ചങ്ങല ധരിച്ച് കഷ്ടം സഹിക്കുന്നു. നിനക്കറിയാമോ, യേശുക്രിസ്തുവിനെ പ്രഘോഷിച്ചതിനാലാണ് ഒരു ദുഷ്പ്രവർത്തിക്കാരൻ എന്ന പോലെ ഞാൻ ഈ ചങ്ങല ധരിച്ചിരിക്കുന്നത്, കഷ്ടം സഹിക്കുന്നത്. പക്ഷേ പൗലോസ് പറയുകയാണ്, ദൈവവചനത്തിനോ ബന്ധനമില്ല. അവർ എന്നെ ബന്ധിക്കുമായിരിക്കും, എൻ്റെ കൈകളും കാലുകളും എല്ലാം അവർ ചങ്ങലക്കിടും. എന്നാൽ ദൈവവചനത്തെ ചങ്ങലക്കിടുവാൻ സാധ്യമല്ല. ഒരു ജയിലും ദൈവവചനത്തെ പിടിച്ചു വയ്ക്കുകയില്ല. അതുകൊണ്ട് ക്രിസ്തുവേശുവിലുള്ള രക്ഷ നിത്യ തേജസ്സോടുകൂടെ വ്രതന്മാർക്ക് കിട്ടേണ്ടതിന് ഞാൻ അവർക്കായി സകലവും സഹിക്കുന്നു. നാം യേശുവിനോടുകൂടെ മരിച്ചു എങ്കിൽ അവനോടുകൂടെ ജീവിക്കും, സഹിക്കുന്നുവെങ്കിൽ അവനോടുകൂടെ വാഴും. നാം അവിശ്വസ്തരായി തീർന്നാലും യേശു വിശ്വസ്തനായി പാർക്കുന്നു. തൻ്റെ സ്വഭാവം ത്യജിപ്പാൻ അവന് കഴിയുകയില്ലല്ലോ. ഈ വചനം വിശ്വാസയോഗ്യമാകുന്നു. കാരാഗൃഹത്തിൽ കിടന്നുകൊണ്ട് താൻ മകനെ പോലെ കരുതിയിരുന്ന തിമോത്തിയോസിന് കൊടുക്കുന്ന പ്രബോധനമാണിത്. പ്രിയ സഹോദരങ്ങളെ, സുവിശേഷകർക്കും ഈ പ്രബോധനം ഏറ്റവും ഉചിതമാണ്. പൗലോസ്ലീഹ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം തൻ്റെ ജീവിതത്തിൽ നിന്നാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാണ് യേശുക്രിസ്തുവിൻ്റെ നല്ല ഭടനായി അവൻ കഷ്ടം സഹിച്ചത്? തിമോത്തിയോസിനോട് പൗലോസ്ലീഹ പറയുന്നത് പോലെ നമ്മോടും പറയുകയാണ്, ക്രിസ്തുയേശുവിൻ്റെ നല്ല ഭടനായി നാം കഷ്ടം സഹിക്കുക എന്ന്. കാരണം രാജാധിരാജാവായ യേശുക്രിസ്തു വീണ്ടും വരുമ്പോൾ വാടാത്ത കിരീടം അവൻ നമുക്ക് തരും. അവൻ നമ്മെ കിരീടമണിയിക്കും. നമുക്ക് അവൻ്റെ സന്നിധിയിൽ നിത്യജീവനോടെ എന്നുമെന്നും നിത്യമായി ആ നിത്യരാജ്യത്തിൽ, ആ ദൈവരാജ്യത്തിൽ വസിക്കുവാൻ കഴിയും. അതാണ് നമ്മുടെ പ്രത്യാശ, അതാണ് നമ്മുടെ വിശ്വാസം. പ്രിയ സഹോദരങ്ങളെ, കിൻഡർഗാർട്ടൻ ബെഥെസ്ദയിലെ ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് ഞാൻ കരുതുന്നു.
പുതിയൊരു എപ്പിസോഡുമായി നാം വീണ്ടും കണ്ടുമുട്ടും. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. ഐ ബ്ലെസ് യു ഇൻ ജീസസ് നെയിം. ആമേൻ.